everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും എന്നാണ്. കുട്ടികൾ നോർമലി പറയാറുള്ള ഒരു കാര്യമാണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻസ് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, സ്ട്രക്ചേഴ്സ് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ഹൈഡ്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിന്റെ സ്ട്രക്ചേഴ്സ്, പ്രോപ്പർട്ടീസ്, റിയാക്ഷൻസ് അതിനെക്കുറിച്ചൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ അതിൽ കൂടുതലായിട്ടും റിയാക്ഷൻസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് നമുക്കത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. അപ്പൊ കുറച്ച് ടിപ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, ആ കോമ്പൗണ്ട്സിന്റെ നെയിംസ്, അതായത് നെയിമിംഗ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അവരുടെ സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുക. പിന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നെയിം റിയാക്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നെയിം റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് പഠിക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്ഷൻസ് ഒക്കെ പഠിക്കുന്ന ടൈമിൽ അത് മാക്സിമം എഴുതി തന്നെ പഠിക്കുക. വായിച്ച് പഠിക്കാൻ നിൽക്കരുത്. വായിച്ച് പഠിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് അത് മറന്നു പോകും. അപ്പോൾ നെയിം റിയാക്ഷൻസ് എഴുതി പഠിച്ചാൽ കുറച്ചും കൂടെ നമ്മൾ ഓർമ്മയിൽ നിൽക്കും. അടുത്തത്, നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള മാക്സിമം പ്രോബ്ലംസ് കണ്ടെത്തി ചെയ്തു നോക്കുക. വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് റിവിഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്ക്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്ന ടോപ്പിക്സ് എന്ത് ചെയ്യുക, പിറ്റേ ദിവസം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വേറെ ഒരു കാര്യം, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്, അതായത് ഇന്ന് നമ്മൾ കുറെ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ബുക്കൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക, എനിക്ക് ഏതൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ ഇന്ന് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, അതിൽ ഏതൊക്കെ കാര്യം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് നോക്കുക. ഇനി അതിലും ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നുകൂടി പഠിക്കുക. അപ്പൊ ഇത്രയും ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. താങ്ക് യു.